ശ്വാസം അടക്കിപ്പിടിച്ച് കാവൽ നിൽക്കേണ്ട ഒരു വലിയ മുന്നറിയിപ്പാണ് ഇന്ന് ശത്രു രാജ്യങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സമുദ്ര അതിർത്തികളിൽ ശ്വാസം അടക്കിപ്പിടിച്ച് കാവൽ നിൽക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് ഇന്ന് വീണ്ടും 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ പ്രതിരോധ രംഗത്ത് ഇന്ത്യ ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം മണ്ണിൽ അത്യാധുനിക യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ച് ലോകത്തെ ഞെട്ടിക്കുകയാണ്. അത്തരത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശത്രുക്കളുടെ അന്തർവാഹിനികളെ വേട്ടയാടാൻ ഇറങ്ങിയിരിക്കുന്ന പുത്തൻ സമുദ്ര പോരാളിയാണ് INS മാൽവൻ. രാജ്യത്തിന്റെ തീരദേശ സുരക്ഷയിൽ ചരിത്രപരമായ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുന്ന ഈ പുതിയ കപ്പലിന്റെ സവിശേഷതകളും ഇത് നാവികസേനയ്ക്ക് നൽകുന്ന വലിയ കരുത്തുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ ഒന്നായി മാറിയ INS മാൽവന്റെ ഔദ്യോഗിക കമ്മീഷനിംഗ് ചടങ്ങ് വിപുലമായി തന്നെ നടന്നു. കർവാറിലെ നാവിക ബേസിൽ നടന്ന ഗാംഭീര്യമുള്ള ചടങ്ങിൽ രാജ്യത്തിന്റെ അഭിമാനമായ ഈ പുതിയ അന്തർവാഹിനി വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് കപ്പൽ ഔദ്യോഗികമായി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറ്റി. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കി നാവികസേനയ്ക്ക് കൈമാറിയ ഈ കപ്പൽ രാജ്യത്തിന്റെ സമുദ്ര അതിർത്തികളിൽ കാവൽ നിൽക്കാൻ ഇനി മുതൽ സജീവമായി രംഗത്തിറങ്ങാൻ പോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ എന്നീ ദൗത്യങ്ങൾക്ക് തിളക്കമാർന്ന മറ്റൊരു വിജയമാണ് INS മാൽവൻ. അന്തർവാഹിനി വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി പൂർണ്ണമായും നമ്മുടെ സ്വന്തം രാജ്യത്ത് നിർമ്മിച്ച ഈ കപ്പൽ ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ രംഗത്തെ വൻ കുതിച്ചുചാട്ടമാണ് അടയാളപ്പെടുത്തുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ഈ അത്യാധുനിക കപ്പലിന്റെ 80% ഭാഗങ്ങളും പൂർണ്ണമായും തദ്ദേശീയമായാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. കൊച്ചിയിൽ പിറന്ന് കടലിൽ ഇറങ്ങുന്ന ഈ കരുത്തൻ സമുദ്രാതിർത്തികളിലേക്ക് കണ്ണുവെക്കുന്ന ശത്രുക്കൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. വെറുമൊരു പെട്രോളിംഗ് കപ്പൽ മാത്രമല്ല INS മാൽവൻ, ഇതൊരു ഫ്ലോട്ടിംഗ് ഫോർട്രസ് അഥവാ നീന്തുന്ന കോട്ടയാണ്. ആഴം കുറഞ്ഞ കടൽ തീരങ്ങളിൽ പോലും ശത്രുക്കളുടെ അന്തർവാഹിനികളെ കൃത്യമായി കണ്ടെത്തി തകർക്കാൻ പ്രത്യേക ശേഷിയുള്ളതാണ് ഈ യുദ്ധക്കപ്പൽ. കടലിനടിയിലെ ശത്രുക്കളെ വേട്ടയാടാൻ ഇതിൽ മാരകമായ ആയുധങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കപ്പലിന്റെ മുൻഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ആധുനിക എയർബ്യൂ റോക്കറ്റ് ലോഞ്ചറുകളും ഇരുവശങ്ങളിലുമായി സജ്ജീകരിച്ചിരിക്കുന്ന 324mm ലൈറ്റ് വെയ്റ്റ് ട്യൂബുകളും ശത്രുക്കളുടെ പേടി സ്വപ്നമാണ്. ഇതിനു പുറമെ ശത്രു അന്തർവാഹിനികളുടെ നീക്കം തടയാനായി കടലിൽ മൈനുകൾ വിതറാനുള്ള അത്യാധുനിക മൈൻ ലേയിങ് സംവിധാനവും ഇതിലുണ്ട്. മഹീന്ദ്ര ഡിഫൻസ് സിസ്റ്റം നൽകുന്ന ടോർപിഡോ ഡോയിക് ലോഞ്ചിങ് സിസ്റ്റം ഇതിന്റെ പ്രതിരോധ ശേഷി ഇരട്ടിയാക്കുകയാണ്. ഉപരിതല യുദ്ധങ്ങൾക്കും സ്വന്തം രക്ഷയ്ക്കുമായി 30mm നേവൽ ഗണ്ണും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഉയർന്ന വേഗതയിൽ ശത്രുവിനെ പിന്തുടരാൻ സഹായിക്കുന്ന വാട്ടർ ജെറ്റ് പ്രൊഫഷണൽ സാങ്കേതിക വിദ്യയാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. തീരത്ത് നിന്ന് 200 നോട്ടിക്കൽ മൈൽ പരിധിയിൽ ശക്തമായ പെട്രോളിംഗ് നടത്താൻ INS മാൽവന് സാധിക്കും. നാവിക താവളങ്ങൾക്കും വാണിജ്യ തുറമുഖങ്ങൾക്കും പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാനും കടൽ വഴിയുള്ള നുഴഞ്ഞുകയറ്റങ്ങളും അതിർത്തി ലംഘനങ്ങളും തടയാനും ഈ കപ്പലിന്റെ സേവനം അത്യന്തം നിർണായകമാണ്. ഇനി ശത്രുക്കളുടെ രഹസ്യ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാനും അവ തകരാറിലാക്കാനും സഹായിക്കുന്ന അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റവും ഇതിലുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ പ്രതിരോധ നയങ്ങൾ കാരണം ഇന്ന് സമുദ്ര അതിർത്തികൾ പൂർണ്ണ സുരക്ഷിതമാണ്. ഇന്ത്യൻ നാവികസേനയുടെ ആക്രമണ ശേഷിയും പ്രതിരോധ ശേഷിയും ഒരുപോലെ വർദ്ധിപ്പിക്കുന്ന INS മാൽവന്റെ വരവ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ മേധാവിത്വം കൂടുതൽ ഉറപ്പിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അത്യാധുനിക കപ്പലുകൾ കൂടി നാവികസേനയുടെ ഭാഗമാകുമ്പോൾ ലോകത്തിന്റെ മുൻനിര നാവിക ശക്തിയായി ഇന്ത്യ മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രേക്ഷകരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി വരുന്ന ശക്തമായ ആത്മനിർഭർ ഭാരത് നയങ്ങളുടെ ഫലമായി നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ രംഗം അക്ഷരാർത്ഥത്തിൽ ഒരു സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പണ്ടൊക്കെ ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടി നിന്നിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം രാജ്യത്ത് അത്യാധുനിക യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും നിർമ്മിച്ച് കയറ്റി അയക്കുന്ന വലിയൊരു ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള നേതൃത്വമാണ് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു വലിയ ആത്മവിശ്വാസം നൽകിയത്. വിദേശ കമ്പനികളെ മാത്രം ആശ്രയിച്ചിരുന്ന രീതി മാറി നമ്മുടെ സ്വന്തം പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ സംരംഭങ്ങളും ഒരേ മനസ്സോടെ കൈകോർത്തപ്പോൾ അത് ഇന്ത്യയുടെ സൈനിക കരുത്ത് ലോകത്തിന് മുന്നിൽ ഉയർത്തി കാണിക്കാൻ കാരണമായി.
കർവാറിലെ നാവിക ബേസിൽ INS മാൽവൻ കമ്മീഷൻ ചെയ്യപ്പെട്ടത് ഈ വർഷം ഇന്ത്യൻ നാവികസേന സ്വന്തമാക്കുന്ന 7ാമത്തെ യുദ്ധക്കപ്പലാണെന്നത് ചെറിയ കാര്യമല്ല. വരും ദിവസങ്ങളിൽ ഇനിയും 12ഓളം പുതിയ യുദ്ധക്കപ്പലുകൾ കൂടി നമ്മുടെ നാവികസേനയുടെ ഭാഗമാകാൻ പോവുകയാണ്. മഹാരാഷ്ട്രയിലെ ചരിത്ര പ്രസിദ്ധമായ മാൽവൻ എന്ന തീരദേശ നഗരത്തിന്റെ പേരാണ് ഈ കപ്പലിന് നൽകിയിരിക്കുന്നത്. പ്രേക്ഷകരെ, ഇവിടെ തിരിച്ചറിയേണ്ട ഒരു പ്രധാന സത്യമുണ്ട്. പണ്ടൊക്കെ ഇന്ത്യയെ പുറത്തു നിന്നുള്ള ശക്തികൾ നോക്കിക്കണ്ടിരുന്നത് വെറുമൊരു ഉപഭോക്തൃ രാജ്യമായിട്ടായിരുന്നു. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോടികൾ മുടക്കി ആയുധങ്ങൾ വാങ്ങി കൂട്ടുന്ന ഒരു രാജ്യം. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ഈ ചിന്താഗതി പൂർണ്ണമായും മാറിമറിഞ്ഞു. ഇന്ന് ഇന്ത്യ ആയുധങ്ങൾ വാങ്ങുന്നവരല്ല, പകരം അത് നിർമ്മിച്ച് ലോകത്തിന് നൽകുന്ന വലിയൊരു കയറ്റുമതി രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കടലിലെ അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന ഇന്ത്യൻ നാവികസേന ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ നാവികസേനകളിൽ ഒന്നായി വളർന്നിരിക്കുന്നു. മുംബൈയും വിശാഖപട്ടണവും കൊച്ചിയും അടങ്ങുന്ന നമ്മുടെ നാവിക കമാൻഡുകൾ ഇന്ന് ശത്രുക്കളുടെ പേടി സ്വപ്നമാണ്. വെറുമൊരു പെട്രോളിംഗ് മാത്രമല്ല, കടലിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഏത് ഭീഷണിയെയും നിമിഷ നേരം കൊണ്ട് തകർത്തെറിയാൻ ശേഷിയുള്ള ആണവ അന്തർവാഹിനികളും INS വിക്രാന്ത് പോലുള്ള ലോകോത്തര വിമാനവാഹിനി കപ്പലുകളും ഇന്ന് ഇന്ത്യൻ സേനയുടെ ഭാഗമാണ്. ഇതുകൂടാതെ രാജ്യത്തിന്റെ സുരക്ഷാ മേഖലയിൽ വനിതകൾ നൽകുന്ന സംഭാവനകളും ചരിത്രപരമാണ്. പണ്ടൊക്കെ പുരുഷന്മാർ മാത്രം തിളങ്ങിയിരുന്ന യുദ്ധക്കപ്പലുകളിലും വിമാനങ്ങളിലും ഇന്ന് സ്ത്രീകളും ഓഫീസർമാരായും പൈലറ്റ്മാരായും സജീവമായി സേവനം അനുഷ്ഠിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സമാധാനം നിലനിർത്താനും കടൽ കൊള്ളക്കാരെയും കള്ളക്കടത്തുകാരെയും അടിച്ചമർത്താനും സൈന്യം എപ്പോഴും ഇന്ന് മുൻപന്തിയിലുണ്ട്. INS മാൽവൻ പോലുള്ള അത്യാധുനിക ഷാലോ വാട്ടർ ക്രാഫ്റ്റുകൾ കൂടി എത്തിയപ്പോൾ തീരദേശ സുരക്ഷ പൂർണ്ണമായും കോട്ട പോലെ ഇനി സുരക്ഷിതമാവുകയാണ്. തീർച്ചയായും 100% ഉറപ്പിച്ചു പറയാം, ഇവയെല്ലാം ഇന്ത്യക്ക് തലയുയർത്തിപ്പിടിച്ച് അഭിമാനിക്കാൻ കഴിയുന്ന ചരിത്രപരമായ നേട്ടങ്ങൾ തന്നെയാണ്. പണ്ടൊക്കെ പ്രതിരോധ രംഗത്ത് അത്യാധുനിക ആയുധങ്ങൾക്കും കപ്പലുകൾക്കുമായി മറ്റ് വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടി നിന്നിരുന്ന, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ കൊടുത്ത് അവ വാങ്ങിയിരുന്ന ഒരു അവസ്ഥയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത് മാറിയിരിക്കുകയാണ്. പൂർണ്ണമായും മോദി സർക്കാർ അതിനെ മാറ്റിയെടുത്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളുടെ കരുത്തിൽ നമ്മുടെ സ്വന്തം കപ്പൽശാലകളിൽ, അതായത് കൊച്ചിയിലും കൊൽക്കത്തയിലും ഒക്കെ ലോകം അത്ഭുതപ്പെടുന്ന രീതിയിൽ അത്യാധുനിക യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കപ്പെടുന്നു എന്നത് ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്. INS മാൽവൻ പോലുള്ള കപ്പലുകൾ വെറുമൊരു വാട്ടർ ക്രാഫ്റ്റ് മാത്രമല്ല, അത് എഞ്ചിനീയറിംഗ് മികവിൻ്റെയും പ്രതിരോധ സ്വയം പര്യാപ്തതയുടെയും ശത്രുക്കളെ ഒതുക്കാനുള്ള തദ്ദേശീയമായ സൈനിക ശേഷിയുടെയും നേർസാക്ഷ്യമാണ്. 80%-ലധികം തദ്ദേശീയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്വന്തം മണ്ണിൽ ഇവ നിർമ്മിക്കപ്പെടുമ്പോൾ അത് ഇന്ത്യയുടെ സാങ്കേതിക വളർച്ചയുടെ കൂടി വിജയമാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.